മഴക്കാലത്തുണ്ടല്ലോ വിളകൾക്കൊന്നും ഒരു ആരോഗ്യം ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ടോ? അതായത് വിളർച്ച ബാധിച്ച പോലെ ആവശ്യത്തിന് ന്യൂട്രിയൻസ് കിട്ടാതെ വരുമ്പോൾ ഉള്ളൊരു ഡെഫിഷ്യൻസി സിംറ്റംസ് കാണുന്നുണ്ടെങ്കിൽ വളപ്രയോഗത്തിന് ഏറ്റവും നല്ലത് ഇലകളിലൂടെയുള്ള വളപ്രയോഗമാണ് കേട്ടോ. അതിന് നമുക്ക് ഏതൊക്കെ വളങ്ങൾ ഉപയോഗിക്കാമെന്ന് അറിയണം. ഇത് 19-19-19 ഇതിനകത്ത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒരേപോലെയാണ് അടങ്ങിയിട്ടുള്ളത്. ഇത് നമുക്ക് വെള്ളത്തിൽ അരിയിപ്പിച്ചിട്ട് ഇലകളുടെ മുകളിൽ തളിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് 5 മുതൽ 10 ഗ്രാം വരെ. ചെറിയ കുഞ്ഞ് പച്ചക്കറിയൊക്കെ ആണെങ്കിൽ 5 ഗ്രാം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 5 ഗ്രാം 19-19-19 1 ലിറ്റർ വെള്ളത്തിൽ അലിയിപ്പിച്ചതിന് ശേഷം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. മഴയില്ലാത്ത ദിവസം നോക്കിയിട്ട് ആഫ്റ്റർനൂൺ സ്പ്രേ ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ചെടിയുടെ ആദ്യഘട്ടത്തിലും അതേപോലെ തന്നെ വളർന്നു വരുമ്പോഴും നമുക്കിത് ഒരു 10 ദിവസത്തിലൊരിക്കൽ വേണമെങ്കിൽ തളിച്ചു കൊടുക്കാം. ഫ്രൂട്ട് പ്ലാന്റ്സിനൊക്കെ തളിക്കുന്ന സമയത്ത് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കേണ്ടി വരും. ഇത് മെഗ്നീഷ്യം സൾഫേറ്റ്, അതായത് നമുക്കറിയാം സെക്കൻഡറി ന്യൂട്രിയൻസിൽ ഇന്നിപ്പം മണ്ണിൽ തീരെ ഇല്ലാത്തൊരു മൂലകമാണ് മെഗ്നീഷ്യം. അതായത് ഇലകളുടെ മഞ്ഞളിപ്പ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇത് കൊടുക്കാനുള്ള ഏറ്റവും നല്ല വിദ്യ എന്ന് മെഗ്നീഷ്യം സൾഫേറ്റ് ആണ്. പഞ്ചസാര തരി പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് മെഗ്നീഷ്യം സൾഫേറ്റ്. ഇത് തളിച്ചു കൊടുത്താലുള്ള ഗുണം മഞ്ഞളിപ്പ് മാറിക്കിട്ടും. അതുപോലെ തന്നെ ചെടികൾ നല്ല കരുത്തോടെ വളരും ചെയ്യും. ചെടിക്ക് മെഗ്നീഷ്യം കിട്ടിയാൽ മാത്രമേ ചെടികളിലുള്ള കായകളിൽ മെഗ്നീഷ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കഴിക്കുന്ന നമുക്ക് മെഗ്നീഷ്യം കിട്ടാതെ വരുമ്പോഴാണ് ഡയബറ്റിക് പോലുള്ള ഡിസീസസ് കൂടുതലായിട്ടുണ്ടാവുക. ഇത് തളിക്കുമ്പോഴും 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതാണ് നല്ലത്. അടുത്തത് നമ്മുടെ യൂറിയ. നമുക്ക് എല്ലാവർക്കും വളരെയധികം പരിചയമുള്ള ഒരു രാസവളമാണ് യൂറിയ. അതിനകത്ത് 46% നൈട്രജനാണ് ഉള്ളത്. അപ്പോൾ ചെടികൾക്ക് പെട്ടെന്നൊരു വളർച്ച കിട്ടാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് യൂറിയ. അത് നമുക്ക് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നല്ല ഫ്രഷ് യൂറിയ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം. പക്ഷേ ചെടികളുടെ വളർച്ചയ്ക്കനുസരിച്ചായിരിക്കണം അതിൻ്റെ കോൺസെൻട്രേഷൻ എടുക്കേണ്ടത്. കുഞ്ഞു ചെടിയൊക്കെ ആണെങ്കിൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത്. പൊട്ടാസ്യം കിട്ടാൻ ഏറ്റവും നല്ലത് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ആണ് കേട്ടോ. സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറയുന്നത് 50% പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വെള്ളത്തിൽ പൂർണ്ണമായും അരിയുന്ന ഒരു വളമാണ്. ഇത് നമുക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. 5 മുതൽ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത്. വൺസ് ഇൻ 10 days, അതാണ് അതിനൊരു കണക്ക്. പൊട്ടാസ്യം നൈട്രേറ്റും മോണോ അമോണിയം ഫോസ്ഫേറ്റും മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റും ഫോസ്ഫോറിക് ആസിഡും കാൽഷ്യം നൈട്രേറ്റും സോലുബോറും ഇതുപോലെ വെള്ളത്തിൽ അരിയിപ്പിച്ചിട്ട് ചെടികളുടെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വളങ്ങളാണ് കേട്ടോ. അപ്പം ഇതൊക്കെ നമുക്ക് പ്രയോഗിച്ച് നോക്കാം. ഇതൊക്കെ ഇത്തിരി വില കൂടുതലുള്ള ആൾക്കാരാണ്. അപ്പോൾ വാങ്ങിക്കുമ്പം ഒരു 1/2 കിലോഗ്രാമിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചാൽ മതി. 5 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ തുടങ്ങിയാൽ മതി. ഒരു 10 ദിവസത്തിലൊരിക്കൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നറിയാം. ഇത് പച്ചക്കറികളിലും ഫ്രൂട്ട് പ്ലാന്റ്സിലും മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പൂച്ചെടികളിലും പ്രയോഗിക്കാവുന്നതാണ്.